യുക്രൈൻ സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുന്നു. സമാധാനത്തിനായുള്ള അന്താരാഷ്ട്ര ഇടപെടലുകൾ ശക്തമാകുന്നു. എങ്കിലും യുദ്ധസഹായം അവസാനിപ്പിക്കേണ്ടെന്ന നിലപാടിലാണ് ജർമ്മനി. അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈനിക സഹായം യുക്രൈന് നൽകുന്നത് ജർമ്മനിയാണ്. പതിറ്റാണ്ടുകളായി പ്രതിരോധ മേഖലയിൽ വളരെ കുറഞ്ഞ നിക്ഷേപമാണ് ജർമ്മനിക്കുള്ളത്. അതിനാൽ നേരത്തെ തന്നെ ദുർബലമാണ് ജർമ്മൻ സൈന്യത്തിൻ്റെ ആയുധശേഖരം. യുക്രൈനിലേക്കുള്ള ആയുധ വിതരണം കൂടിയാകുമ്പോൾ ജർമ്മൻ സൈന്യം വല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. യുക്രൈന് വേണ്ടി 3 പാട്രിയറ്റ് വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ ജർമ്മനി നൽകി. ഇതോടെ ജർമ്മനിയിലെ വ്യോമ പ്രതിരോധ യൂണിറ്റുകളുടെ എണ്ണം കുറഞ്ഞ് 9 ആയുധശേഖരം കുറയുമ്പോഴും ജർമ്മനി യുക്രൈനെ കൈവിടുന്നില്ല. ഇത് രാഷ്ട്രീയമായും സാമ്പത്തികമായും ജർമ്മനിക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. യുക്രൈനിലേക്കുള്ള അമേരിക്കയുടെ സഹായം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതോടെ ജർമ്മനിയുടെ സഹായം യുക്രൈന് അനിവാര്യമായി മാറുന്നു. പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ അമേരിക്കയോടുള്ള യുക്രൈൻ്റെ സമീപനം പഴയതുപോലെയല്ല, അകലം കൂടിക്കൂടി വരികയാണ്. അമേരിക്കയുടെ പിന്തുണ കുറഞ്ഞതോടെ യുക്രൈൻ്റെ പ്രധാന സൈനിക സഹായിയായി ജർമ്മനി മാറി. അതിനാൽ $12 ബില്യൺ അധിക സൈനിക സഹായം നൽകുമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരും മാസങ്ങളിൽ ജർമ്മനിയുടെ ഭരണം മാറും. അപ്പോഴും യുക്രൈനെ പിന്തുണയ്ക്കുമെന്ന ഉറപ്പ് ജർമ്മനി നൽകിയിട്ടുണ്ട്. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ, ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ, സോഷ്യൽ ഡെമോക്രാറ്റുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ പുതിയ സഖ്യ സർക്കാർ അധികാരത്തിലെത്താൻ സാധ്യതയുണ്ട്. CCU നേതാവ് ഫ്രെഡറിക് മേഴ്സ് ചാൻസലറാകാൻ സാധ്യതയേറെയാണ്. അതിനാൽ യുക്രൈന് നൽകുന്ന പിന്തുണ തുടരുമെന്നാണ് കരുതുന്നത്. 2029 വരെ €8.25 ബില്യൺ സൈനിക സഹായമായി നീക്കിവെക്കുമെന്നാണ് പ്രഖ്യാപനം. കീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ വേൾഡ് എക്കണോമി പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് 2022 മുതൽ 2024 ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ജർമ്മനി യുക്രൈന് €11 ബില്യൺ സഹായം നൽകിയിട്ടുണ്ട്. അതേസമയം റഷ്യയുമായുള്ള സമാധാന സംഭാഷണങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും സൈനിക പിന്തുണയിലൂടെയും സാമ്പത്തിക സഹായത്തിലൂടെയും പാശ്ചാത്യ രാജ്യങ്ങൾ സംഘർഷം നീട്ടുന്നതായാണ് റഷ്യയുടെ ആരോപണം. ജർമ്മനിയിലെ പുതിയ ഭരണകൂടം യൂറോപ്യൻ യൂണിയനിൽ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ നടത്താനാണ് പദ്ധതിയിടുന്നത്. പുതിയ കരട് കരാർ പ്രകാരം യൂറോപ്യൻ യൂണിയൻ ഭൂരിപക്ഷ വോട്ടിംഗ് വഴിയാണ് ഉപരോധങ്ങളും മറ്റ് സുപ്രധാന നീക്കങ്ങളും നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത് റഷ്യയുമായുള്ള ബന്ധത്തിൽ കടുത്ത സമീപനം സ്വീകരിക്കാത്ത ഹംഗറിയെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത്. ഹംഗറിയുടെ വോട്ടവകാശം താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും സാമ്പത്തിക സഹായം തടഞ്ഞുവെക്കുമെന്നും കരട് കരാർ സൂചിപ്പിക്കുന്നു. യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ പങ്ക് കുറയുന്നതിനിടെ നാറ്റോയുടെ ഭാവി സംബന്ധിച്ചും സംശയങ്ങൾ ഉയരുന്നുണ്ട്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ നാറ്റോയുടെ പ്രസക്തി പല യൂറോപ്യൻ രാജ്യങ്ങളും ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ യൂറോപ്യൻ അംഗങ്ങൾ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ പറയുന്നു. അതേസമയം GDPയുടെ 5% വരെ പ്രതിരോധ ചെലവുകൾക്ക് വിനിയോഗിക്കണമെന്ന ട്രംപിൻ്റെ നിർദ്ദേശം പല രാജ്യങ്ങൾക്കും സാമ്പത്തിക വെല്ലുവിളികൾ ഉയർത്തിയേക്കും. യുക്രൈന് പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ജർമ്മനിയുടെ നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാവിയെ സ്വാധീനിച്ചേക്കും. റഷ്യയുടെ ഭീഷണി നിലനിൽക്കുമ്പോൾ ശക്തമായ പ്രതിരോധ നടപടികളോടെ സഖ്യരാജ്യങ്ങൾ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പാണ്.